ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് മുഴുവൻ ദാസേട്ടൻ്റെ സംഗീത ലോകവുമായി ബന്ധപ്പെട്ട ആളുകളാണെങ്കിൽ ഇനി ഇവിടെ എത്തുന്നത് ദാസേട്ടൻ്റെ പ്രിയപ്പെട്ട സഹോദരിയാണ് ജയമ ചേച്ചി എന്ന് ഞങ്ങളെല്ലാം സ്നേഹപൂർവ്വം വിളിക്കുന്ന ദാസേട്ടൻ്റെ ഏക സഹോദരിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ, ശ്രീമതി ജയമ്മ. ഒരു ഇങ്ങനത്തെ ഒരു വേദിയിൽ ദാസേട്ടൻ്റെ കൂടെ ആദ്യമായിട്ടായിരിക്കും അല്ലേ വരിക അല്ലേ? ഇങ്ങനെ ഒരു പെങ്ങളുണ്ടെന്നൊക്കെ പലരും പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ, ആരും നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ഞങ്ങൾ പൊന്നുപോലെ സൂക്ഷിച്ച പെങ്ങളാണ്. ഏറ്റവും ഇളയനിയെത്തി അല്ലേ? ഇവളുടെ അനിയനാണല്ലോ ജസ്റ്റിൻ. ഓ, ഞാൻ ജസ്റ്റിനേക്കാളല്ലേ ചേച്ചി. പക്ഷെ അവൻ വിളിക്കുന്ന എടി എന്നൊക്കെ വിളിക്കും, അത് വേറെ. ഏറ്റവും മുത്ത് ദാസേട്ടനാണെന്നുള്ള എനിക്കറിയാം. ഞാൻ ഏറ്റവും താഴെ ജയമ ചേച്ചിയാണ് വിചാരിച്ചിരുന്നത്. ഒരാളേ ഉള്ളൂ. ആണല്ലേ? ഞാൻ പൊന്നുപോലെ സൂക്ഷിച്ചിരുന്നതാണ് ഇത്രയും നാൾ. പക്ഷെ വേറൊരു കാര്യം അച്ഛൻ പറഞ്ഞിരുന്നു, കൂടുതൽ ഇവളെ പൊന്നാരിച്ച് ഇവിടെ വെക്കരുത്. അപ്പോൾ അതുകൊണ്ട് എന്തോരെന്ന് വെച്ചാൽ അവിടെ പോകുമ്പോൾ അവൾ ഈ വീട് മതി എന്ന് പറയും. അതുകൊണ്ട് അവിടെ തന്നെ അപ്പോൾ എന്തെല്ലാം നിങ്ങൾ അവളെ ഉപദ്രവിക്കാവോ അത് ഉപദ്രവിച്ചു അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊരു ചാൻസ് അപ്പച്ചൻ തന്നെ ഇങ്ങോട്ട് പറയുമ്പോൾ പിന്നെ നമ്മളത് മുതലാക്കാതിരിക്കുന്നത് ശരിയല്ല അല്ലേ? പിന്നെ അങ്ങോട്ട് നോക്കില്ല, ഇങ്ങനെ നോക്കില്ല, അവിടെ പിടി ഇവിടെ പിടിയുന്ന എല്ലാവരും കൂടി. ഓ ശരി. അപ്പോൾ ഇവൾക്ക് എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പോകുന്നു, കെട്ടിച്ച് വിട്ടാൽ മതി എന്നായില്ലേ? പാട്ടുകളെ പറ്റി തന്നെ ചോദിക്കാം. ദാസേട്ടൻ്റെ ഏത് പാട്ടാണ് ഏറ്റവും ഇഷ്ടം? ഏറ്റവും ഇഷ്ടമുള്ള എത്രയോ പാട്ടുകൾ കിടക്കുന്നല്ലേ? ചെറുപ്പം മുതലേ യേശുദാസിൻ്റെ പെങ്ങൾ എന്നുള്ള അഡ്രസ്സ് ആയിരിക്കുമല്ലോ അല്ലേ? എല്ലായിടത്തും കേട്ടിട്ടുണ്ടാവും അല്ലേ? അത് എൻജോയ് ചെയ്തല്ലേ വളർന്നിട്ടുള്ളത്. എങ്കിലും ഒരു ഓർമ്മയിലുള്ള ആദ്യത്തെ പാട്ട് ഇതാണ്. ഞാൻ എല്ലാവരോടും ചോദിക്കുന്നത് അങ്ങനെയാണ്. ഞാനെപ്പോഴും ദാസേട്ടൻ്റെ പാട്ടുകളെ കുറിച്ച് ഓർക്കുന്നത് അങ്ങനെയാണ്. എനിക്ക് ഓരോ ഇൻസിഡൻറ്റ് ഓർമ്മയുണ്ട്. ഞാൻ ആദ്യം ദാസേട്ടൻ്റെ അല്ലെങ്കിൽ ഞാൻ ആദ്യം കേൾക്കുന്ന പാട്ടെന്ന് പറയുന്നത് ദേവി ശ്രീദേവിയാണെന്ന് നേരത്തെ. അതൊരു സ്കൂൾ യുവജനോത്സവത്തിന് ഞാൻ ചെല്ലുമ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ മൈക്കൊക്കെ കാണുന്നത്. എനിക്കൊരു 4 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞ് വീട്ടിൽ ആദ്യമായിട്ട് റേഡിയോ വന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ആദ്യം കേൾക്കുന്നത് വെള്ളിച്ചിലങ്കയാണ് ഞാൻ കൊണ്ടൊരു പെണ്ണാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ദാസേട്ടൻ്റെ ഗാനമേള കേൾക്കാൻ പോകുമ്പോൾ ഞാൻ ഇടയകന്യക എന്നുള്ള പാട്ട് ഞാൻ ആദ്യം കേൾക്കുന്നത് ദാസേട്ടൻ ഗാനമേളയ്ക്ക് പാടിയിട്ടാണ്. അങ്ങനെ ഓരോ പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ ഓരോ ഓർമ്മകൾ. ഞാൻ അതുകൊണ്ട് എല്ലാവരോടും ചോദിക്കും, അങ്ങനെ ഒരു ഓർമ്മ വരുന്നൊരു. ദാസേട്ടൻ ഇങ്ങനെ മദ്രാസിൽ പോയി ആദ്യമായിട്ട് ഇങ്ങനെ പാടിയ പാട്ട് റേഡിയോയിൽ വരാനായിട്ട് കുറേ നാളിങ്ങനെ ഞങ്ങൾ കാത്തിരുന്നിട്ടുണ്ട്. അപ്പോൾ അത് അന്ന് വീട്ടിൽ റേഡിയോ ഇല്ല. അപ്പോൾ അടുത്ത വീട്ടിൽ പാട്ട് കേട്ടിട്ട് രണ്ട് കാര്യം എൻ്റെ അച്ഛൻ്റെ മഹത്വം പറയാതിരിക്കാൻ വയ്യ. അത് പറഞ്ഞേ പറ്റൂ. ഇപ്പോൾ കുടുംബത്തിൻ്റെ കാര്യമല്ലേ, അപ്പോഴത്തെ പാട്ടിനോട് ബന്ധപ്പെട്ടല്ലാണ് ഞങ്ങൾക്ക് വേറൊന്നും ഇല്ലല്ലേ. അപ്പോൾ ആദ്യം MBSൻ്റെ അടുത്ത് പോയപ്പോഴും ഈ കെ എസ് ആൻ്റണി പറഞ്ഞിട്ട് ഞങ്ങൾ തൃശ്ശൂർ എന്താണ് സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയില്ല, നമ്മൾ ഒരു സ്ഥലമുണ്ടല്ലോ തൃശ്ശൂർ ഷൂട്ടിങ്ങൊക്കെ നടത്തുമല്ലോ ഞങ്ങൾ, പീച്ചി ഡാം. അവിടെ ആയിരുന്നു ഇവർ താമസിച്ച് കമ്പോസിങ്ങും ഒക്കെ ഡിസ്കഷനും ഒക്കെ. അവിടെയാണ് ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞത്. അപ്പോൾ ഫാദർ പോയിട്ട് പറഞ്ഞ വാക്ക് എന്താണെന്നറിയാം? അപ്പോൾ ആൻ്റണി പരിചയപ്പെടുത്തി, അത് ഞങ്ങൾ വലിയൊരു പഴയൊരു നടനാണ്, പാട്ടുകാരൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ മകനാണ് MBSനോട്. ഓ, അപ്പോൾ അദ്ദേഹം ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്നോട് പാടാൻ പറഞ്ഞു MBS. അപ്പം ഞാൻ ആദ്യം പാടിയ മലയാളം പാട്ട് ചെറായിജി എഴുതിയ പാട്ട്. കൂരിരുൾ തിങ്ങിയ ജീവിതത്തിൽ ഏകനായി തീർന്നു ഞാൻ ഈ വിധത്തിൽ, ഇല്ലോരു മിന്നാമിനുങ്ങു പോലും തെല്ലു വെളിച്ചം എനിക്കു നൽകാൻ, കൂരിരുൾ തിങ്ങിയ ജീവിതത്തിൽ ഏകനായി തീർന്നു ഞാൻ ഈ വിധത്തിൽ. ഇത് എനിക്ക് തോന്നുന്നു ട്യൂൺ ചെയ്ത് ജോബൻ ജോർജ് ആട്ടെന്ന്, ജോബൻ ജോർജ് മാഷ്. കാരണം എന്താ വെച്ചാൽ ഡ്രാമയിലുള്ള പാട്ടാണ്, അപ്പച്ചൻ്റെ ഡ്രാമയിൽ എഴുതി കൊടുത്ത പാട്ടാണ്. അത് ഞാനാണ് പഠിക്കണത്. പഠിച്ചിട്ട് റിഹേഴ്സലിനൊക്കെ ഞാനാണ് പാടിക്കൊടുക്കണം. അപ്പം അത് കഴിഞ്ഞ ഉടനെ എന്നോട് പറഞ്ഞു എന്തെങ്കിലും കീർത്തനം പാടാൻ പറഞ്ഞു. അപ്പോൾ പാടി ബ്രോഭാരമ രഘുരാമ ഇതൊക്കെ പാടി. അത് കഴിഞ്ഞ് ഹിന്ദി സോങ് പാടുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പോൾ പാടി എന്താണെന്ന് വെച്ചാൽ ദോ റോസ് മേ വോ പ്യാർ കാ ആലം ഗുസർ ഗയാ, ബർബാദ് കർനെ ആയാ था ബർബാദ് കർ ഗയാ ദോ, ഇങ്ങനെ പാടി. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു ഈസ് ഇറ്റ് മുഹമ്മദ് റഫി സാബ് സോങ് എന്ന് ചോദിച്ചു. എന്തോ അദ്ദേഹം ഇങ്ങനെ
No, this is actually Mukesh Saab. But you give Rafi Saab's touch there. ഞാൻ പറഞ്ഞു എൻ്റെ ഏറ്റവും ഞാൻ ധ്യാനിക്കുന്ന ഒരു മനസ്സിൽ വെച്ച് ധ്യാനിക്കുന്ന ഒരു ഗുരുവാണ്. അപ്പോൾ അത് വന്നു പോണതാണ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും ഓർക്കുക. എന്താണെന്ന് വെച്ചാൽ അന്ന് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദർ പറഞ്ഞ വാക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു അച്ഛനായിട്ട് വന്ന് റിക്കമെൻഡേഷന് വന്നതല്ല, നിങ്ങൾക്ക് ഇവനെ ഉപയോഗിക്കാനൊക്കുമെങ്കിൽ, മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, സാധാരണ ഞാനിപ്പോഴും ഒരുപാട് അച്ഛനും അമ്മയും വന്ന് എൻ്റെ മുൻപിൽ കുട്ടികളെയും കൊണ്ടുവന്നിട്ട് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട്, എൻ്റെ മോൻ്റെ പാട്ട് സാറൊന്ന് കേൾക്കണം. അത് പറയുമ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞത്, ആയിട്ടില്ല ഒരിടത്തും ഒരു റെക്കമെൻഡേഷൻ. അതിനും ഒരു കാര്യമുണ്ട്. കുഞ്ചാക്കോ സാറിൻ്റെ അടുത്ത് വളരെ ചെറുപ്പത്തിൽ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അന്ന് നല്ലതെങ്കിൽ കുറേ പിള്ളേരെ അടുത്ത് കിണറ്റിലിടണതിൽ ഞാനും പെടാമെന്നും പറഞ്ഞുകൊണ്ട് എന്നെയും കൂടി ഒന്ന് എടുപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധം പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു വിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉടനെ കുഞ്ചാക്കോ സാറ്, ജോസഫ് സാറേ ആ സോജാ രാജകുമാരി ഒന്ന് പാടുന്നു പറഞ്ഞുകൊണ്ട് ഈ കാര്യം പറയാൻ മറന്നു ഈ ഫാദർ. പാട്ടും പാടിയിരുന്നു പോകുന്നു. പാട്ടിയും പാടിയിട്ട് ഇങ്ങനെ തിരിച്ചു വന്നു. അപ്പോൾ എനിക്കാണെങ്കിലും ഭയങ്കര സങ്കടം. അമ്മയോട് പോയി പറഞ്ഞ, അപ്പച്ചനൊന്നും പറഞ്ഞൊന്നുമില്ല, നിങ്ങൾ എന്തൊരു കഷ്ടമാണ് ചെയ്യുന്നത്. ഇത് സാധാരണ വീട്ടിലൊക്കെ പറയുന്ന പോലെ. അവിടെ ഇല്ലടി ഏലിന്ന് വിളിക്കുള്ളൂ, എലിസബത്ത് എന്ന അമ്മയുടെ പേര്. അവനെ വീട്ടിൽ വന്ന് വിളിക്കും. ഞാൻ കരഞ്ഞു പോയത് എന്താണെന്ന് വെച്ചാൽ, കുഞ്ചാക്കോ സാറിൻ്റെ ഒരു ഇതുണ്ട്, പ്രൊഫഷണൽ എത്തിക് എന്ന് പറയും അദ്ദേഹത്തിന്. അതെങ്ങനെയെന്ന് വെച്ചാൽ, തൻ്റെ ജോലിയിൽ ആരെങ്കിലും നന്നായിട്ട് ചെയ്യുന്നവരെന്ന് കണ്ടു കഴിഞ്ഞാൽ അച്ചാർ, കശുവണ്ടി, ചിപ്സ്, ഇതൊക്കെ ആയിട്ടൊരു വരവുണ്ട് വീട്ടിലേക്ക്. ഓരോരുത്തർക്കും നസീർ സാറിൻ്റെ വീട്ടിൽ പോകും. അന്നത്തെ സെക്ഷനിൽ ആരെല്ലാം നല്ല തൻ്റെ വർക്കിന് ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ കൊണ്ടു കൊടുക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് ഇത് തരാൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു കഴിഞ്ഞു. എത്രയോ വർഷം മുമ്പ് അപ്പച്ചൻ മുൻകൂട്ടി കണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്. നമുക്കുള്ളത് നമ്മളെ തേടി വരും. ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, അത്രയ്ക്ക് എന്നെ ഫോം ചെയ്ത ഒരാളാണ് ഞങ്ങളുടെ അപ്പച്ചൻ. ഞങ്ങളുടെ എന്ന് പറയാൻ പറ്റുള്ളൂ, ഇല്ലേ ഇവള് സമ്മതിക്കില്ല. പിന്നെ എന്താ, ഞങ്ങൾക്കൊരു ഗുണം കിട്ടി, കണ്ടാ നോക്കി നിൽക്കുന്നു. ഈ കഴുതയ്ക്ക് മാത്രമേ ഈ കളർ കിട്ടിയുള്ളൂ. അല്ല, ഞങ്ങളൊക്കെ കുറച്ച് ഞങ്ങൾക്ക് വാസ്തവത്തിൽ ഞാൻ കുറച്ച് കളഞ്ഞതാണെന്ന് എനിക്ക് തോന്നണം. ഞാൻ നല്ല നിറമുണ്ടായിരുന്നു. ടെൻഷൻ കാരണം അല്ല ഫുട്ബോൾ കളിയിൽ. പിന്നെ ഒരു വലിയൊരു പ്രേമം എനിക്കുണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ, ഷമ്മി കപൂറിൻ്റെ ഒരു സ്റ്റൈല് പണ്ട് എണ്ണയൊക്കെ ഇട്ട് പൊക്കി വെച്ചിട്ട് ഉച്ചയ്ക്ക് പോയി ഫുട്ബോൾ കളിക്കും. അത് നല്ല ഈ പുഴയോരത്തുമാണ്. അത് കഴിഞ്ഞിങ്ങനെ വന്നിട്ട് നല്ല വാഴയ്ക്ക പുഴുങ്ങിയതുപോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഗുണമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പോയതായിരിക്കാം. നമുക്കിതൊരു വേദിയാണെന്നോ റെക്കോർഡിംഗ് ആണെന്നോ ഒന്നും വിചാരിക്കണ്ട. വീട്ടിലിരുന്ന് പാടുമ്പോൾ അങ്ങനെ തോന്നിയോ? അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ അതാ ഞാൻ ചോദിക്കണം, അങ്ങനെ ഒന്ന് പാടി നോക്കണോ രണ്ടുപേർക്കും കൂടെ? കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. ഇപ്പം ഞാനാ പാടിയത്. ഫീമെയിൽ സോങ്സ് പാടിയതുകൊണ്ട് ഞാൻ ചോദിക്കണം. ദാസേട്ടൻ്റെ കൂടെ പാടാത്ത ഗായികമാരില്ല, എല്ലാവരും പാടിയിട്ടുണ്ടാവും. എന്നാലും ദാസേട്ടൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയാൻ ആരുടെ കൂടെയാണ് ഡ്യുവറ്റ് പാടുമ്പോൾ ഒരു ഇഷ്ടം തോന്നിയിട്ടുള്ളത്? അങ്ങനെ ഇപ്പോൾ പറയുമ്പോഴേക്കും നമ്മളൊരു എൻ്റെ മനസ്സിൽ ഞാൻ ഏറ്റവും സൂക്ഷിച്ചിട്ടുള്ളത്, അതായത് പറയാൻ പാടില്ല, പക്ഷേ എന്നാലും ഇപ്പോൾ പറയാം, സുശീലാമ്മയാണ് ഏറ്റവും എനിക്ക്. ദാസേട്ടൻ തന്നെ സംഗീതം ചെയ്തിട്ട് താജ്മഹൽ നിർമ്മിച്ച രാജശില്പി പാടിയിട്ട് ഒറ്റ പാട്ട് പോരെ അല്ലേ? അതെന്താണ്? താജ്മഹൽ നിർമ്മിച്ച രാജശില്പി, അവിടെയൊക്കെ അതുപോലെ കൊണ്ടുവരണേ. ഷാജഹാൻ ചക്രവർത്തി, ഇതൊക്കെയാണ് ഞാൻ ചെയ്തതിനെ ഉദ്ദേശിച്ച് പറയല്ല. പക്ഷേ എനിക്ക് ഏറ്റവും അവരുടെ പാട്ടിൽ മറക്കാൻ പറ്റാതെ, ആലയമണിയിൻ ഓസൈ നാൻ കേട്ടേ, അതൊക്കെയാണ് അതൊക്കെയാണ് ഇന്നത്തെ പഠിക്കേണ്ട കുട്ടികൾ. അതൊക്കെ ഒരു യൂണിവേഴ്സിറ്റിയാണത്. ആ സംഗതി ഒരു 10 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യണം.
അരുൾമൊഴി കൂറും പറവൈകളൊളി കേട്ടേൻ അതൊക്കെ അവർ ഈസി ആയിട്ടാണ് അത് ഇന്നത്തെ ജനറേഷൻ ദേ ഹാവ് ടു ലേൺ വെദർ ദേ സിങ് നാസ്റ്റി സോങ്സ് ഓർ എനിത്തിങ് ബട്ട് ഉണ്ടായിരിക്കണം. എനിക്ക് ഏറ്റവും അവസാനം പാട്ട് വേണ്ടാന്ന് വെച്ചതിൻ്റെ ഒരു പാട്ടുണ്ട്, അതല്ലേ നമുക്ക് പറയേണ്ടത്. പിന്നെ ഇനി പടം ചെയ്യേണ്ടെന്ന് തോന്നിയത് അങ്ങനെ തോന്നുമല്ലോ, അതാണ്. അതും കേൾക്കണം. അതായത് ഇവിടെ എവിടെ എടുത്ത് നോക്കിയാലും ഒരു പാട്ടിൻ്റെ ഒരു അംശം എനിക്ക് പറയാൻ ഒക്കും, പക്ഷെ അത് നമുക്ക് പോയി അങ്ങനെ രക്ഷപ്പെടാൻ ഒക്കില്ല. എന്തെങ്കിലും ഒരു അവിടെയെങ്കിലുമൊക്കെ വരും. അങ്ങനെ ഇരുന്ന് ഒരു പാട്ട് ഏതായാലും ഒന്ന് നോക്കാം, ഇത് എന്താണ് സാധാരണ ഒന്ന് ചെയ്തപ്പോൾ നമ്മളിപ്പോൾ എന്താ ഒന്ന് നോക്കിക്കളയാമെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ മനഃപൂർവ്വമായിട്ട് കളവ് ചെയ്തു എന്ന് പറയാം. എവിടെ വേണമെങ്കിലും പറയാനും തയ്യാറാണ്. പക്ഷേ അങ്ങനെ അതെടുത്തിട്ടിട്ട് ഇതെൻ്റെ പാട്ടാണെന്ന് പറഞ്ഞില്ല, അത് പറയാനും ഒക്കില്ല. കാരണം അത് ചേഞ്ച് ചെയ്തു. കാരണം ഇതിനൊക്കെ ഒരു ഫ്രെയിമുണ്ട് ഈ പാട്ടുകൾക്കൊക്കെ. അതായത് ഇപ്പോൾ ആപ്പ് ജൈസെ കൊയ്രെ എന്ന് പറഞ്ഞാൽ അന്ന് ഹിറ്റായ പാട്ടാണ് അല്ലേ. എല്ലാ ബാത്റൂമിലും അമ്പലത്തിലും എല്ലായിടത്തും എവിടെ തുറന്ന് നോക്കിയാലും അതിൽ തുറന്ന ജൈസെ ഉടനെ മൂടിക്കഴിഞ്ഞാൽ ഇപ്പുറത്ത് വേറൊരു ജനൽ തുറന്നാൽ അവിടെയും അങ്ങനെ അത്രയ്ക്ക് ഹിറ്റായൊരു സോങ്, നല്ലത്. അപ്പോൾ ഇത് മനസ്സിലുണ്ട്. ഞാൻ വിചാരിച്ചെന്നാൽ ഇതിനെ ഒന്ന് കൈകാര്യം ചെയ്ത് കളയാം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആപ്പ് ജൈസെ കൊയ്രെ ഇങ്ങനെ മേലോട്ടല്ലേ, ആപ്പ് ജൈസെ കൊയ്രെ തിരാ ഓക്കെ. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. തക്കിടമുണ്ടൻ താറാവേ തവിട്ടുമുണ്ടൻ താറാവേ, ഈ പാട്ട് അങ്ങോട്ട് ഹിറ്റായി. അപ്പോൾ നമസ്കാരം പറഞ്ഞു, അതാണ് ലാസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കുറേ പ്രൈവറ്റ് സോങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അത് വേറെ. ഇതിന് കാരണം അതിലെ പാട്ടുകളും വളരെ വ്യത്യസ്തമായ പാട്ടായിരുന്നു. ഈ ആശ്ചര്യ ചൂടാമണി, അതിൻ്റെ ഓർക്കസ്ട്രൈസേഷൻ ആരായിരുന്നു? അതൊരു റോജർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും അയാളുമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ പറഞ്ഞു യു ക്രിയേറ്റഡ് എ വെരി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടോൺസ് ഇൻ ഇറ്റ്. No, I never did any new thing. It is in your music, in your song, in your rag. അങ്ങനെയൊക്കെയാണ് അയാളുടെ അഭിപ്രായം പറഞ്ഞത്. എന്താ വെച്ചാൽ ഞാൻ എടുത്തത് ഈ ആശ്ചര്യ ചൂടാമണി ഈസ് എ രാഗ് അബ്സല്യൂട്ട്, ഒരു നോട്ടും മാറ്റാണ്ട് ആ രാഗത്തിൽ തന്നെ ഉൾക്കൊണ്ടിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നാഗനന്ദിനി എന്ന് പറയും. നാഗനന്ദിനി ആക്ച്വലി ശങ്കരാഭരണത്തിൻ്റെ ഒരൊറ്റ സ്വരത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. സരിഗമ പ ധനി സാനിധ മഗരി സ, ഇതാണ് ശങ്കരാഭരണം. അപ്പം അതിൽ ഒരൊറ്റ സ്വരം, അതായത് ഇതിനെ 29 എന്ന് പറയും. ഞങ്ങളുടെ 72 മേളയിൽ 29ാമത്തെ രാഗമാണിത്. ഇത് 30ാമത്തെ രാഗമാണ് നാഗനന്ദിനി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സരിഗമ പദനി സനിധ പ മഗരി സ, ഒരൊറ്റ നോട്ടാണ്, ഒന്ന് മാറിയിട്ടേ ഉള്ളൂ. ആശ്ചര്യ ചൂടാമണി അനുരാഗപ്പാൽ കടൽ കടഞ്ഞു കിട്ടിയൊരാശ്ചര്യ ചൂടാമണി. അത് എനിക്ക് ഏറ്റവും സന്തോഷം എന്തെന്ന് വെച്ചാൽ മ്യൂസിഷ്യൻസ്, അന്നത്തെ വയലിനിസ്റ്റ്, ഇന്നത്തെ കേൾക്കുന്ന വയലിനിസ്റ്റോ അല്ലെങ്കിൽ മ്യൂസിഷ്യൻസ്, ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ് അത് ഇവർ പറഞ്ഞു. അത് മതി. അല്ല, അന്ന് പാട്ടും ഹിറ്റായിരുന്നു സെറ്റ്, അത്ര സൂപ്പർ ഹിറ്റായ പാട്ട്. പിന്നെ എല്ലാവർക്കും അങ്ങനെ വേദികളിൽ പാടാൻ ഒക്കുന്നൊരു പാട്ടായിരുന്നില്ല അത്, അത്ര ഈസി ആയിട്ട് വഴങ്ങുന്ന. ചൂടുള്ള നിൻ്റെ സ്വയം പ്രഭാനാളത്തിൽ ചുറ്റും പറന്നു, പറക്കണ്ടേ അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത സെറ്റ്. പാടി കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കൊതി വരണോണ്ട് ചോദിക്കുന്നു. അതെ, അങ്ങനെ കൊതിച്ചിരിക്കട്ടെ. ചൂടുള്ള നിൻ്റെ സ്വയം പ്രഭാനാളത്തിൽ ചുറ്റും പറന്നു ഞാൻ. പിന്നെന്താണ്? നിൻ ചത്ത ദൈവത്തിൻ്റെ കർപ്പൂരം കയ്യിലെ തപസിരുന്നു. അതിലേറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലൂട്ട് ബിറ്റ്, ആശ്ചര്യ ചൂടാമണി. അത് ഇനിയും ചെയ്യാം നമുക്ക്, പക്ഷേ അതിനുള്ള സൗകര്യം, അതിനുള്ള സമയം, അതിനുള്ള ഫ്രീഡം എന്ന് പറയും. ആ ഫ്രീഡം ഇല്ലാതെ ഇപ്പം തന്നെ ഏറ്റവും മഹാനായ ഒരു നൗഷദ് ജി, അദ്ദേഹത്തിന് കഴിവില്ലെന്ന് നമുക്ക് പറയാനൊക്കെ. എന്തൊക്കെയാണ് ജീവിതത്തിൽ ഞാൻ ആദ്യം
പട്ടേൽ ടോക്കീസിന് മുൻപിൽ ഇരുന്നുണ്ട് ഇൻസാഫ് ക മന്ദിർ ഹൈ. അത് ആ പട്ടേൽ ഇന്നും കേൾക്കുകയാണ്. പട്ടേൽ ടോക്കീസിൽ നിന്നിട്ട് കേട്ടാൽ കണ്ണമാലി വരെ കേൾക്കും അന്നത്തെ സൗണ്ട്. അങ്ങനെ കേട്ട് പഠിച്ച പാട്ടാണ് അതൊക്കെ റഫി സാഹിബിൻ്റെ. ഭഗവാൻ കാ ഘർ ഹൈ ഇൻസാഫ് കം. ഇതൊക്കെ ക്രിയേറ്റീവ് സോങ്സാണ്. ഇത് ഒരിക്കലും നശിക്കില്ല. കാരണം അങ്ങനെ ഉണ്ടാക്കിയാണ് അവർ. ഇരുന്ന് ആലോചിച്ച് എവിടെ എന്ത് ചെയ്യണം, എന്ത് പുതിയതായിട്ട് എന്തുണ്ടാക്കാം, എൻ്റേതായിട്ട് എന്തുണ്ടാക്കാം എന്നുകൊണ്ട് താപസ്യരും ഉണ്ടാക്കുന്ന ഗാനങ്ങൾ. അത് കഴിഞ്ഞപ്പോൾ ഒരുത്തൻ അമേരിക്കയിൽ നിന്ന് ഏതോ ഈ സിറ്റുവേഷൻ പറയണേ ഞാൻ, ഇദ്ദേഹത്തിന് മ്യൂസിക് ചെയ്യാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ച് കാശൊക്കെ ആയിട്ട് വന്ന് എല്ലാം പറഞ്ഞൊക്കെ അവരുടെ ഉറുദുവിലൊക്കെ നന്നായിട്ടൊക്കെ സംസാരിച്ചൊക്കെ പോകുന്നതിന് മുൻപ് കുറച്ച് സ്റ്റീഡിയും കാസറ്റും ഒക്കെ കൊടുത്ത് സുൻകെ കുച്ച് കാം കർണ എന്ന് പറഞ്ഞു. കേട്ടിട്ടേ എടുത്തോളാൻ പറഞ്ഞു. ആ നട്ടൽ അദ്ദേഹത്തിനുണ്ട്. ആ വിശ്വാസം തരുന്ന ഒരൊറ്റ ആൾ മാത്രമേ ഉള്ളൂ, രവീന്ദ്ര മാസ്റ്റർ. ദാസേട്ടാ ഞാൻ പോകണം, ദാസേട്ടൻ അത് പഠിക്കും. ഇങ്ങനെയൊക്കെ അങ്ങനെയാണ് എനിക്കറിയാം. അപ്പം ഞാൻ പറയടാ ഇതിനല്ലേ ഞാൻ വിട്ടു ദാസേട്ടൻ, ഞാൻ വിട്ടു. പിന്നെ പറയും എനിക്ക് മതി, ഞാൻ വല്ല മുറുക്കാൻ കടയിട്ട് ജീവിച്ചോളാം, ഈ പാട്ടേ വേണ്ട ഇനി, ഞാൻ പോണു ദാസേട്ടാ. അപ്പം ഞാൻ പോയിക്കോ. ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അത് പോയി. അത് രവീന്ദ്ര മാസ്റ്റർ പറയുന്നൊരു കഥയുണ്ട്. രവീന്ദ്ര മാസ്റ്റർ ഒരുപാട് പാട്ട് പാടാനായിട്ട് അവസരം ചോദിച്ച് ദേവരാജ മാസ്റ്റർ അടുത്ത് പോയിട്ടുണ്ടല്ലോ. അപ്പോഴൊന്നും കൊടുത്തിട്ടുമില്ല. കുറേ കാലം കഴിഞ്ഞ് രവീന്ദ്ര മാസ്റ്റർ മ്യൂസിക് ഡയറക്ടർ ആയപ്പോൾ ഫസ്റ്റ് റെക്കോർഡിങ്ങിന് ദേവരാജ മാസ്റ്റർ ഒഴികെ ബാക്കി എല്ലാവരും വിളിച്ചു. ആരും വന്നില്ല, മാസ്റ്റർ മാത്രം ചെന്ന് ചെന്നിരുന്നു എല്ലാം. അപ്പം ചൂളയിലെ പാട്ടാണ് താരകേമിഴിതളിൽ കണ്ണീരുമായി. അതെ, അതിൻ്റെ ഓർക്കസ്ട്രയൊക്കെ ഇരുന്ന് മാഷ അത് ചെയ്യ് ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അതൊക്കെയാണ് ക്വാളിറ്റി. എന്നിട്ട് മാസ്റ്റർ ചോദിച്ചു, ഇതെന്താ നീ യേശുദാസിനെ കൊണ്ട് തന്നെ പാടിച്ച് ഏതെങ്കിലും പുതിയ ആളുകളെ കൊണ്ടൊക്കെ ഒന്ന് ട്രൈ ആയിരുന്നില്ലേ? ഇല്ല മാസ്റ്റർ, അത് ദാസേട്ടൻ പാടിയാൽ തന്നെ ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫലം കിട്ടുള്ളൂ. ഇതുകൊണ്ടാണ് ഞാൻ നിന്നെ കൊണ്ട് പാടിക്കാതിരുന്നത്. ഞാനും ദാസിനെ കൊണ്ട് പാടിക്കണം. അതുകൊണ്ടാണ് നീ ഒരുപാട് കാലം ചോദിച്ചു വന്നിട്ട് പാടിക്കാതിരുന്നതിൻ്റെ കാരണം ഇതാണ്. ദാസേട്ടൻ്റെ ഹിന്ദിയിലേക്കുള്ള എൻട്രി എങ്ങനെയാണ്? ചോട്ടി സി ബാത്ത് ആദ്യം പാടുന്നത്. ഹിന്ദിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ചെമ്മീൻ്റെയാണ്. സലി ചൗധരി വന്നതോടുകൂടിയാണ് ഹിന്ദിയിലേക്ക്. എന്നോട് ചോദിച്ചു ഇങ്ങനെ നീ വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊള്ളാം, നമ്മളെ കാത്തിരിക്കുകയല്ലേ. അതെ, അങ്ങനെയാണ് സലി ചൗധരിയാണ് ആ പ്രോമിസ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മഹത്വം അതായിരുന്നു. നോക്കി, ഒരു മലയാളിയെ കൊണ്ട് ബംഗാളിയിൽ പാടിച്ചു അതേ പാട്ട് ഒരു ബംഗാളിയെ കൊണ്ട് മലയാളത്തിൽ പാടിച്ചു. അത്രയും ഒരു ഇൻറ്റിഗ്രേഷൻ ചെയ്ത ഒരു മ്യൂസിക് നാഷണൽ ഇൻറ്റിഗ്രേഷൻ. മാനസമൈനേ വരൂ, അത് ഞാൻ പാടി നാം ശകുന്തളതാർ, അതിനെനിക്ക് അവിടെ അവാർഡ് കിട്ടി. ശരി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഇതിലേക്ക് എഴുതുന്നത്. അത് ഏറ്റവും ബെസ്റ്റ് സോങ് ആണ് എനിക്ക് ആദ്യം തന്നത്. ചോട്ടി സി ബാത്ത് അല്ല, അതിനു മുൻപാണ് ആനന്ദ് മെഹൽ. നിസ ഗമപനേ സരഗാ ആരെ മിത്തവാ जन्म जन्म से है हम तो प्यासे आ संग गया. ഇതിൽ ഏറ്റവും ഇപ്പോൾ കാണുന്നത് എന്താണെന്നറിയാം, പാട്ടൊക്കെ പാടിക്കഴിഞ്ഞിട്ട് ഇരിക്കുമല്ലോ, ഇരിക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുള്ളൂ ഇദ്ദേഹം. എന്നിട്ട് ഇങ്ങനെ പാട്ട് കേൾക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഈ സംഗതികളൊക്കെ വരില്ല, ഇങ്ങനെ ഇന്ന് ഈ രവീന്ദ്ര ജയൻ പറഞ്ഞതായിട്ട് ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കാഴ്ചയില്ലായിരുന്നല്ലോ. അദ്ദേഹത്തിന് കാഴ്ച കിട്ടണം എന്ന് തോന്നിയത് ദാസേട്ടൻ്റെ പാട്ട് കേട്ടപ്പോഴാണ്. എനിക്ക് യേശുദാസ് എന്ന് പറഞ്ഞ വ്യക്തി ഒന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നിയെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലേ. ഒരു വലിയൊരു മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ പറ്റി എനിക്ക് പറയാനുള്ളത് ഒരു ജെനുവിൻ ഒരു ജീനിയസ് ആണ്. സടജനെ പായേ വരദാൻ कोई स्वर भी सा ठहरा कर, कोई भी स्वर सा ठहरा कर, गालो चतुर सुजान षडजने पाया वरदान സാസേ നീ തക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുക. ഇതിൻ്റെ ഒരു വലിയൊരു മഹത്വം എന്തെന്ന് വെച്ചാൽ 10-40 വയലിനും ചെല്ലോയും ബേസ് ഗിറ്റാറും മൃദവും അതും ഇതൊക്കെ വെച്ചിട്ട് അന്ന് എനിക്ക് ചോട്ടീസി ഇതിന് എന്താണ് ദിൽക്കെ തുക്കടെ അതിന് ഫിലിം ഫെയർ അവാർഡ് കിട്ടിയ സമയത്ത് ലക്ഷ്മികാന്ത് പേരിലല്ല ആദ്യത്തെ പാട്ട് അങ്ങോട്ട് പാടി.
വായിച്ചു അവരുടെ മ്യൂസിക് ഡയറക്ടറിന് അവർക്ക് അത് കിട്ടിയേക്കുന്നത്. എനിക്ക് ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പാടണമെന്ന് പറഞ്ഞിട്ട് ഒച്ച എനിക്ക് ആരുമില്ല, ഓർക്കസ്ട്ര ഇല്ല, ഗിറ്റാർ പോലും ഇല്ല, ഞാൻ ഏകനായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക. ഞാനപ്പോൾ ഹൗ ക്യാൻ ഐ സിങ്, ഐ ഡോണ്ട് ഹാവ് എനി ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഇന്ത്യ അത്രയും എനിക്ക് ഫ്ലുവൻ്റ് അല്ല. ഒരൊറ്റ ആൾ മാത്രം, ദാസ് ജി മേ ബജാऊंगा आपको अकेले എന്ന് പറഞ്ഞ തബലിസ്റ്റ് മാത്രം, അവൻ മാത്രം വന്നിട്ട് ഈ കരുത്തുള്ള പാട്ടുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് അവിടെ ഇത്രയും ഓർക്കസ്ട്രയൊക്കെ കഴിഞ്ഞതിനെ ഇരുത്താനൊത്ത്. അതാണ് കമ്പോസിങ്ങിൻ്റെ ബലം. ഈ ഒരു തബല മാത്രം ഈ തബല വെച്ചിട്ട് അവൻ്റെ ശ്രുതി മാത്രമേ എനിക്കുള്ളൂ. ഒരൊറ്റ ആൾ, ഒരു ഗിറ്റാറിസ്റ്റ് വന്ന് ചെയ്തില്ല. ആ പാട്ടും അങ്ങനെ തന്നെയാണ്. എന്താണെന്നറിയോ, താൻസൻ ആദ്യം അക്ബറിൻ്റെ, അപ്പോൾ ഞാൻ വാസ്തവത്തിൽ ചിന്തിച്ചു, ഏടെ ദൈവമേ ഈ പാട്ടിൻ്റെ സിറ്റുവേഷൻ അതാണ് എന്നെ പറഞ്ഞു തന്നിരിക്കണം. അങ്ങനെയാണ് താൻസൻ ആദ്യം ഇങ്ങോട്ട് അക്ബറിൻ്റെ ഇതിലോട്ട് വരുമ്പോൾ വല്ല മഹാന്മാരെല്ലാം ഇവനാരെന്നുള്ള പോലത്തെ ആക്ഷനാണേ, ആരും വന്നില്ല. ഇദ്ദേഹം ഇങ്ങോട്ട് ആദ്യം തുടങ്ങിയാണ്. ആലാപ്പ് കഴിഞ്ഞപ്പോഴേക്കും ഒരുത്തന് കയറി, ഇങ്ങനെ എല്ലാവരും കൂടി പിന്നെ അങ്ങോട്ട് കയറുന്ന പോലെയാണ് ആ പാട്ട് തന്നെ. സിറ്റുവേഷൻ അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ടാണ് അവിടുത്തെ ഏറ്റവും വലിയ സിംഗറായി മാറണം. അങ്ങനെയാണ് സിറ്റുവേഷൻ ഉണ്ടാക്കിയിരുന്നത്. ഇത് കഴിഞ്ഞ് പാട്ട് ഒക്കെ എടുത്തു കഴിഞ്ഞ് 2 ദിവസം റെക്കോർഡിങ്, കംപ്ലീറ്റ് റെക്കോർഡിങ് 2 days, 12 മിനിറ്റ് 15 മിനിറ്റ് ആയിട്ടാണ് പാട്ട്. ഈ പാട്ട് കഴിഞ്ഞിട്ട് എനിക്കും പനി, രവീന്ദ്രജനും പനി. അത് ടെൻഷൻ എന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് പാടി ഫലിപ്പിക്കാനുള്ള ആയതുകൊണ്ട് അയാളും ഹോസ്പിറ്റലിൽ പോയി. എനിക്ക് പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നില്ല, ഞാനും കിടപ്പായി പോയി. ഇതൊക്കെ കഴിഞ്ഞ് ഒന്നരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ഓഫീസിൽ ചെല്ലുന്നു. ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡിസ്കഷൻ, ഇത്രയും കടുപ്പം വേണമെന്ന്. ഏത് അവർക്ക് കടുപ്പമായിപ്പോയെന്ന്, ലൈറ്റാക്കണമെന്ന്. അപ്പം ഞാൻ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിച്ചു. എന്താണെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾ താൻസനല്ലേ എടുക്കണത്? താൻസനിൻ്റെ 5% പോലും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ ഒത്തിട്ടില്ല, എന്നെ കൊണ്ട് ചെയ്യാൻ ഒത്തിട്ടില്ല. രവീന്ദ്ര ജയൻ ചെയ്യുമായിരിക്കും, എൻ്റെ കഴിവിൽ ഞാനിത് ചെയ്തിരിക്കണം. പിന്നെ എന്തിനാ താൻസൻ എടുക്കണേ എന്ന് ചോദിച്ചു. എടുത്തില്ല, എടുക്കാൻ ഒത്തിട്ടില്ല. ശരി, അതുകൊണ്ട് ആ പാട്ട് അങ്ങനെ നിൽക്കുക. ആ പാട്ടല്ലേ? അതല്ല, ഇപ്പം ഞാൻ പാടിയ പാടി. സാസേനി തക്ക് शुद्ध स्वरों में होता राग बिलावल, री को सा समझो तो काफ़ी ഗാനി ജിസ്മേ കോമൽ. അപ്പോൾ അവിടെ സയൻസ് പറയണം എന്തെല്ലാം സ്വരങ്ങളാണ്, എന്തെല്ലാം ശുദ്ധ ഋഷഭാണ്, കോമൽ ഋഷഭാണ് എന്നൊക്കെ പറയാം. ഗാക്കോ സാ മാനോ തോ ഭൈരവി की होती पहचान, ഷഡജനെ പായ വരദാൻ. അത്രയാ ഞങ്ങൾ പോകണങ്ങനെ. ഈ പാട്ടുകളൊക്കെ മനുഷ്യനെ ഉൾക്കൊള്ളാൻ പാടണ്ട. അത് ഒരു മാസ്റ്റർ പീസാണെന്നുള്ളതാക്കണം. ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പം എത്ര പേർക്ക് വെക്കും അത്? അതുകൊണ്ടായിരിക്കും എല്ലാവർക്കും പാടണം. ഇപ്പോൾ ജനഗണമന, ഞാൻ എഗ്രി, ജനഗണമന നമ്മുടെ നാഷണൽ ആന്തമാണ്. അത് ബുദ്ധിപൂർവ്വം അവർ ആ സിമ്പിളായിട്ട് ചെയ്തുകൊണ്ട് എല്ലാവർക്കും പാടാൻ പറ്റും. അങ്ങനെയാണ് വേണ്ടത്. ഞാൻ എപ്പോഴും പറയുന്നൊരു എക്സാമ്പിളാണ് ജനഗണമന. ആരും എഴുതിക്കുന്നുണ്ട് കേട്ടോ. ജനഗണമന ഒറ്റ സ്വരവും 2 സ്വരവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുള്ളൂ. അത് ഫുൾ സിമ്പിളാണ്. ഒരു അവസരം ആയാലും അത് കയറിപ്പോകും അതിൻ്റെ കൂടെ. അതേസമയം അതിനെ കയറ്റി എന്നൊക്കെ പാടി ആര് പാടും? ജനഗണമനയതിനായക ജയ ഹേ ഭാരത് എന്നൊക്കെ പാടിയാൽ ആരെങ്കിലും പാടാൻ നോക്കും? ഒരാൾക്ക് പാടാൻ നോക്കും. അപ്പോൾ ഇതല്ല. അപ്പോൾ ഇത് മനസ്സിലാക്കണം. എങ്ങനെയാണ് സിറ്റുവേഷൻ, എന്താണ് ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ആ സിറ്റുവേഷൻസിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമുക്ക് നല്ല പാട്ടുകൾ ഇല്ലാണ്ടായി പോകണമെന്ന് പറഞ്ഞു വരികയാണ്. അപ്പോൾ സിറ്റുവേഷൻ ഉണ്ടാക്കണം. പാട്ടുകളെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചിട്ട് ഇത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ, ഒരുപാട് എത്ര പറഞ്ഞാലും തീരില്ല. ജയമ ചേച്ചി ചെറുപ്പകാലത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ദാസേട്ടനെ പറ്റി. ദാസേട്ടനെ പറ്റി എപ്പോഴും ഓർക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ? കുറേ ഉണ്ട്. പക്ഷേ പ്രധാനമായിട്ട് എനിക്ക് അന്ന് ഒരു 4 വയസ്സുണ്ടാവും. അപ്പോൾ ദാസേട്ടൻ ഇങ്ങനെ അവിടെ ഞങ്ങളുടെ മുറ്റത്തൊരു വലിയ കാരമരമുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഒരു വടി എടുത്ത് ഭയങ്കര, അപ്പോൾ കുറേ കാരൊക്കെ ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. അപ്പം അതെറിഞ്ഞ് വടി വന്ന് വീണത് എൻ്റെ മുതുകത്താണ്.
അപ്പോൾ ഉടനെ തന്നെ എൻ്റെ അടുത്ത് അമ്മച്ചിനോട് പറയരുത് നീ പിന്നെ അപ്പം ഞാൻ കരഞ്ഞ്. അപ്പോൾ അമ്മച്ചി ചോദിച്ചു എന്താ മോളേന്ന് ചോദിച്ചു. ഇല്ല ഒന്നുമില്ല, കാരൊക്കെ വീണാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അമ്മച്ചി എന്നെ കുളിപ്പിക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും വലിയ അങ്ങനെ പല അതെ. ഈ മക്കളുടെ കാര്യം പറഞ്ഞില്ല, വിജയുടെയും വിനോദിന്റെയും വിശാലിന്റെ ഒക്കെ കാര്യം എനിക്കറിയാം. എന്നാലും വിനോദ് മൂത്ത ആള്, വിജയ് രണ്ടാമത്തെ ആള്, മൂന്നാമത്തെ ആള് വിശാല്. ചോദിക്കും രണ്ട് ആൺകുട്ടികളുള്ള അയ്യോ അല്ല എനിക്ക് 3 ആൺകുട്ടികളുണ്ട്. പങ്കിടാൻ ഇവിടെ എത്തിയിട്ടുള്ള ദാസേട്ടൻ്റെ ഏറ്റവും അടുത്ത 2 സുഹൃത്തുക്കളായ ഡോക്ടർ രാധാകൃഷ്ണനും ഡോക്ടർ തിലകനുമാണ്. ദീർഘകാല ബന്ധമാണ് ദാസേട്ടനുമായിട്ട് ഈ സുഹൃത്തുക്കൾക്കുള്ളത്. അവരെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളട്ടെ. ദാസേട്ടൻ്റെ കൂടെ തന്നെ പഠിച്ചതാണ്. അതെ അതെ അല്ലേ? ഒന്നിച്ച് പഠിച്ചു വെച്ചാൽ സംഗീതത്തിലല്ല, സ്കൂളിൽ ഒരാൾ പഠിച്ച് ഗായകനായി, ഒരാൾ ഡോക്ടറായി. പഠിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ തോന്നിയിട്ടുണ്ടായി നമുക്കൊരു അപൂർവ നിധിയാണ് ഈ കയ്യിലുള്ളത്. വരും കാലങ്ങളിൽ നമ്മൾ ഒത്തിരി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശരി. അതായത് ദാസിൻ്റെ വീടും എൻ്റെ വീടും തമ്മിൽ ഒരു 10-60 മീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ. ഞങ്ങൾ മെയിൻ റോഡിൻ്റെ സൈഡിൽ താമസിക്കുന്നു. ദാസിനും കുറച്ചും കൂടി നീങ്ങി ഒരു പോക്കറ്റ് റോഡിൻ്റെ സൈഡിലോട്ട് മാറിയിട്ടാണ് വീട്. അപ്പോൾ ബന്ധങ്ങളെന്ന് വെച്ച് പറഞ്ഞാൽ ദാസൻ്റെ ഫാദർ എൻ്റെ ഫാദർ ഒന്നിച്ച് സാന്റക്രൂസിൽ പഠിച്ചിട്ടുള്ള അന്നും ദാസൻ്റെ ഫാദർ നാടകത്തിൽ നല്ലോണം അഭിനയിക്കുന്നത് പഠിക്കുന്ന സമയത്ത് തന്നെ. അപ്പം അന്നത്തെ കാലത്ത് ദാസൻ്റെ ഫാദർ ഈ ശരിക്കുള്ള ഹീറോയുടെ വേഷം എടുക്കുകയുള്ളൂ. എൻ്റെ ഫാദർ അന്ന് പെൺവേഷം എടുക്കുമായിരുന്നു. അന്ന് സ്ത്രീകൾ ഈ നാടക രംഗത്തിൽ കാലഘട്ടത്തിലായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ദാസ് ആദ്യം പഠിച്ചത് സാന്റക്രൂസിലാണ് അല്ലേ? ആദ്യം തുടങ്ങിയത് ഒരു വർഷം ഞാൻ അന്നേരം ഞങ്ങളുടെ അടുത്ത് ജോൺ ഡി ബ്രിട്ടോയിൽ ഒരു വർഷം അവിടുന്ന് ചാടി പിന്നെ തോമ്പടി. ഞങ്ങൾ പഠിച്ചിരുന്ന ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു കോൺവെന്റ് ഉണ്ട്, അവർ ലേഡീസ് കോൺവെന്റ്. ഞങ്ങൾ പഠിച്ച ആദ്യം അവിടെയാണ്. പക്ഷെ എല്ലാവരും ഒരേ വർഷമാണ് സെയിൻറ്റ് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ സ്കൂളിലോട്ട് ഞങ്ങൾ ചെന്ന് ചേർന്നത്. പിന്നീടുള്ള 10ാം ക്ലാസ് വരെയുള്ള പഠിത്തം അവിടെ ഒന്നിച്ചായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് ഒത്തിരി ബാല്യകാല സ്മരണകളുണ്ട്. അതൊക്കെ ഈ പാട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതൊക്കെ ആയിരിക്കും. പാട്ടുമായിട്ട് മാത്രമല്ല, അന്ന് ഈ കാണുന്ന ദാസനല്ല അന്നത്തെ ദാസൻ. ഞങ്ങൾക്ക് ഇപ്പോൾ എല്ലാവരും ദാസേട്ടൻ എന്നൊക്കെ പറയുമ്പോഴും ഞങ്ങളുടെ കൂട്ടത്തിൽ പഴയ ദാസൻ തന്നെയാണ്. ഒരു വ്യത്യാസമില്ല. പഠിക്കാൻ പോലെ ആവറേജാണ്. അല്ലാതെ സ്റ്റുഡിയസ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാം കുശത്തരം കയ്യിലുണ്ട്, ബാക്കിലൊക്കെ ഇരിക്കുള്ളൂ. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ക്ലാസ്സിൽ സാറ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ബാക്കിയിരുന്ന് നല്ല സംസാരമായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞ് ബാക്ക് ബെഞ്ച് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. ദാസനും കൂട്ടൻ എന്തിനെന്ന് അറിയാമോ? ആ ബെഞ്ചും പൊക്കിക്കൊണ്ട് പുറത്തു. ബാക്ക് ബെഞ്ചിനോടല്ലേ ഗെറ്റ് ഔട്ട് പറഞ്ഞത്? പിന്നെ ഒരിക്കലും ഒരു തമാശ പറഞ്ഞു വെച്ചാല് ഈ ദാസന്റെ നിഴലോടെ നടക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, പോള്. ഞങ്ങളൊക്കെ പൈലക്കുട്ടി എന്നാണ് വിളിക്കുന്നത്. ഈ പൈലക്കുട്ടി ദാസന്റെ കൂടെ നടക്കണായിരുന്നു. പൈലക്കുട്ടിക്ക് ഒരു മോഹം ഉണ്ടായിരുന്നു സംഗീതം പഠിക്കണം. ഇവന്റെ ഫാദർ സമ്മതിക്കില്ലേ? അരിക്കച്ചവടമാണേ, സാനി ബിസിനസ്. പോളിന്റെ അപ്പൻ പറഞ്ഞു പോടാ പറയാം. അപ്പോൾ അതുകൊണ്ട് രക്ഷയില്ല. അപ്പോൾ എന്നോട് റെക്കമെൻഡ് ചെയ്തത് എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അപ്പച്ചനോട് പറഞ്ഞു. അതിനെന്താണ് അവന് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു രൂപ ദക്ഷിണയും ഒക്കെ ഇട്ട്. നീ പറയടാ. ഉടനെ അവിടെ ചെന്ന് പാട്ട് തുടങ്ങി ഇവന് മനസ്സിലായി ഇത് പറ്റില്ല, നമുക്ക് പറ്റുന്നതല്ലെന്ന് പറഞ്ഞിട്ടുണ്ടേ. സാറേ അത് ദക്ഷിണ കച്ചവടക്കാരനല്ലേ? അവിടെ മഹത്വം എന്നറിയോ? മാഷ കൊടുക്കുകയും ചെയ്തു. വേണ്ട. പിന്നെ ഈ ദാസൻ പിന്നെ ഒരു ചെയ്ത് പിന്നെ ഈ ഹിന്ദി ഒക്കെ അന്ന് തീരെ പോരായിരുന്നു ദാസൻ. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ വന്നു പരീക്ഷയ്ക്ക്. അപ്പൊ ബർസാത്തിന്റെ വാചകം എഴുതാനാണ് തന്നിരിക്കുന്നത്. കാണാം, പാട്ട് എഴുതി വെച്ചു. അപ്പൊ എല്ലാവർക്കും എല്ലാ പേപ്പറും കൊടുത്താടാ, നിന്റെ പേപ്പർ നീ എന്നിട്ട് വായിക്കും. സാന്താക്രൂസ് സ്കൂൾ റോഡിലെ ഈ മൈതാനത്ത് ബാല്യത്തിലും യൗവനത്തിലും സുഹൃത്തുക്കളുമൊത്ത് വെടിവെട്ടം പറഞ്ഞും തലപ്പന്ത് കളിച്ചും ദാസേട്ടൻ ചെലവഴിച്ച സായാഹ്നങ്ങൾ ഇന്നും ഒരപൂർവ ഭാഗ്യമായി കാണുന്നുണ്ടാകും ഇവിടുത്തെ ഈ മണൽത്തരികൾ പോലും.
സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ, തോപ്പുപടി. ഗാനഗന്ധർവൻ KJ യേശുദാസിന്റെ പ്രൈമറി വിദ്യാഭ്യാസം ഇവിടെയായിരുന്നു. തുടർന്ന് ഔപചാരിക സംഗീത പഠനത്തിനായി ചേർന്ന RLV സംഗീത കോളേജ്. തൻ്റെ 12 വയസ്സ് മുതൽ ഇന്നോളമുള്ള എല്ലാ മാർച്ച് 31-നും അധികാരവളപ്പ് പള്ളി എന്ന ഈ കപ്പേളയിൽ ദാസേട്ടൻ മുടങ്ങാതെ സംഗീതാർച്ചന നടത്തിവരുന്നു. ജാതിഭേദം, മതദ്വേഷം എന്നിവയ്ക്കെതിരായ ജീവിത ദർശനം ദാസേട്ടനിൽ ഉരുത്തിരിഞ്ഞത് ചെറുപ്പത്തിൽ തൻ്റെ പിതാവിനോടൊപ്പം ഈ ക്ഷേത്രത്തിൽ നടത്തിയ സംഗീത ആരാധനകളായിരുന്നിരിക്കാം. ഡോക്ടർ ദാസേട്ടൻ ഒരുപാട് ജൂനിയർ ആയിരിക്കും അല്ലേ? ഞാൻ വളരെ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചു. ആണല്ലേ? ഞാൻ വളരെ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചെങ്കിലും എനിക്ക് ദാസനെ അറിയാവുന്നത്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സെയിം ടീച്ചർമാരൊക്കെ തന്നെ പഠിപ്പിച്ചു വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അവർ പഠിപ്പിച്ചിട്ടുള്ള കാലമൊക്കെ കേട്ടിട്ടുണ്ട്. അത് കൂടാതെ തന്നെ എനിക്ക് പിന്നക്കാലത്ത് എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അപ്പച്ചൻ എപ്പോഴും ഭാഗവതര് അന്ന് ആര്യമായിട്ട് ശ്രീരാമക്ഷേത്രത്തിലൊക്കെ വന്ന് പാടും. എല്ലാ ശനിയാഴ്ച വന്ന് ഭജൻസൊക്കെ പാടും. ആ കാലം 40-45 കാലങ്ങളിൽ അന്നും ഈ അമ്പലങ്ങളിൽ അപ്പച്ചൻ പാടിയിരുന്നത്. അപ്പോൾ അത് കേട്ടാണ് ഞാൻ വളർന്നേക്കുന്നത്. എൻ്റെ ചെറിയ കാലത്ത് എൻ്റെ അമ്മ പറഞ്ഞു തന്നത് കേട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് അടുപ്പം കൂടി വരികയാണ്. പക്ഷെ എന്നോട് അടുത്തിട്ട് എനിക്ക് അടുപ്പം കിട്ടിയിട്ട് 13 കൊല്ലമല്ല. പക്ഷേ ഇതൊരു ഫ്ലാഷ് ബാക്ക് പോലെ പോവുകയാണെങ്കിൽ വളരെ അധികമുള്ള പ്രീവിയസ് ഒരു ഹിസ്റ്ററിയും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് അതിന് ഒരു അടുപ്പം. എന്നെക്കാളും സംഗീതത്തിനോടാണ്. അതെ, ഡോക്ടർക്ക് ഭയങ്കര. ഇന്ന് 10-35 വർഷമായി ഞാൻ പഠിച്ചിരുന്ന കോളേജിൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ, ഇന്ന് അദ്ദേഹത്തിൻ്റെ കച്ചേരിക്ക് തമ്പുരു വായിക്കാൻ എനിക്ക് കഴിഞ്ഞത് എനിക്ക് സംഗീതത്തിൽ കിട്ടിയ ആകത്തുകയായി ഞാൻ കരുതുന്നു. അതുകൊണ്ടായിരിക്കാം ഇതെല്ലാം ഒരു വിജയം. അതെനിക്ക് സംഗീത ദേവത തന്ന ഒരു നിധി, അല്ലെങ്കിൽ ഈ ബന്ധം, ഈ സുഹൃത്ത് ബന്ധം, സ്നേഹബന്ധം, ഗുരുശിഷ്യ ബന്ധം എന്താണെന്ന് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. പക്ഷേ എങ്കിലും എല്ലാം വളരെ നന്നായി വന്നത് ഇതിൻ്റെ എല്ലാം ഒരു പശ്ചാത്തലമാണ്. അതിൽ കൊച്ചിയിൽ ജീവിച്ചത്, കൊച്ചിയിൽ അദ്ദേഹം വളർന്ന ചുറ്റുപാടുകൾ കണ്ട് മനസ്സിലാക്കി എനിക്ക് അതൊരു അനുഗ്രഹമായി തന്നെ തോന്നി. ദാസേട്ടൻ്റെ വളരെ അടുത്ത സുഹൃത്തും നമുക്കെല്ലാം പരിചിതനുമായ മലയാളത്തിലെ പ്രശസ്ത സംവിധായകനായ ശ്രീ VR ഗോപിനാഥാണ് നമ്മുടെ അടുത്ത അതിഥി. ഞാൻ വരവേൽക്കട്ടെ ശ്രീ VR ഗോപിനാഥ്. സിനിമയിൽ വന്ന് സംവിധായകനായതിനു ശേഷമാണോ ദാസേട്ടനായിട്ടുള്ള പരിചയം? അല്ല, ദാസേട്ടനെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ ദാസേട്ടനെ പരിചയപ്പെട്ടിരുന്നു. ദാസേട്ടനെ നേരിട്ട് പരിചയപ്പെടുന്നത് 1970-ലാണ്. ഞാൻ സെക്കൻഡ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ. അതിനു മുമ്പൊരു സംഭവം ഞാൻ ദാസേട്ടനടുത്ത് പറഞ്ഞിട്ടില്ല. ഈ 64 ശകുന്തള വന്ന വർഷം, 64ആണെന്ന് എൻ്റെ ഓർമ്മ. അന്ന് ഞാൻ 7ാം ക്ലാസ് പഠിക്കുകയായിരുന്നു. 8ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. ആരാത്? ചേച്ചി. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ 61ലാണ് ദാസേട്ടൻ ആദ്യമായിട്ട്. അപ്പോൾ ഞാനടക്കമുള്ള 60കളുടെ തുടക്കത്തിലുള്ള തലമുറയിൽപ്പെട്ട എല്ലാവരും തന്നെ ദാസേട്ടൻ്റെ പാട്ട് കേട്ടിട്ടാണ് കൗമാരദശ തുടങ്ങുന്നത്, ടീനേജ്. സോ ഐ വാസ് 12 years ഐ തിങ്ക്. അപ്പോൾ ആ സമയത്ത് ദാസേട്ടൻ്റെ ഒരു ഗാനമേള പാലക്കാട് കോട്ടമൈതാനത്ത് വെച്ച് നടന്നിരുന്നു. അപ്പോൾ അതന്ന് ക്ലാസ് വിട്ട് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. വീട്ടിൽ വന്നപ്പോൾ ഗാനമേള അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ ചോദിച്ചു അമ്മയുടെ അടുത്ത്. അച്ഛൻ തമിഴ്നാട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, രവീന്ദ്രൻ നായർ, ഹെൽത്ത് ഇൻസ്പെക്ടറായിരുന്നു. അപ്പോൾ അമ്മയുടെ അടുത്ത് പണം ചോദിച്ചപ്പോൾ 2 രൂപ 3 രൂപയാണ് ടിക്കറ്റിൻ്റെ ചാർജ്. അപ്പോൾ നീ ഗാനമേളൊന്നും കേൾക്കണ്ടായിരുന്നു, പഠിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് എൻ്റെ വീട് നിന്ന് ആ സ്ഥലത്തെല്ലാം പലപ്പോഴും ഈ സന്ധ്യ കഴിഞ്ഞാൽ പലപ്പോഴും കറണ്ട് പോവും. നീ ഒരു കാര്യം ചെയ്ത്, നീ ഗാനമേളയ്ക്ക് പോകാൻ വരട്ടെ, ആദ്യമായിട്ട് പോയി കുറച്ച് മണ്ണെണ്ണമായിട്ട്, കറണ്ട് പോയാൽ വിളക്ക് കത്തിക്കാൻ. അങ്ങനെ 4 അണിയിൽ നിന്നൊരു കുപ്പിയിൽ നിന്ന് മണ്ണെണ്ണ അയച്ചു. എനിക്കടിച്ച മനസ്സ് മുഴുവൻ പോയി പാട്ട് കേൾക്കണം. അപ്പോൾ ഈ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ, സ്വർണ്ണത്താമര, ഇതെല്ലാം അങ്ങനെയുള്ള പാട്ടുകൾ വളരെ അങ്ങനെ കോട്ടമൈതാനത്ത് വരുന്നു. ഭാഗത്ത് കയറാൻ പറ്റില്ല, ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ല. അപ്പോൾ തുറന്ന സ്ഥലമായതുകൊണ്ട് ഇങ്ങനെ ഒരു 10 അടി ഉയരത്തിൽ ഓല കെട്ടിട്ട് കംപ്ലീറ്റ് മറച്ചിട്ടാണ്. അപ്പോൾ വളരെ ദൂരെ നിന്നാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ.
കാരണം ഈ ഓലയും ഈ ഹൈറ്റും കഴിഞ്ഞിട്ട്. അപ്പോൾ വളരെ ദൂരത്ത് നിന്നിട്ട് ഞാൻ ഇങ്ങനെ കുറേ നേരം പാട്ട് കേട്ടു, ഒരു 9 മണി വരെ. അപ്പോൾ കാണാൻ പറ്റുന്നില്ല, വ്യക്തിയെ ഗായനെ കാണാൻ പറ്റുന്നില്ല. വളരെ ദൂരത്ത് ഒരു വെളുത്ത പൊട്ട് പോലെ കാണാൻ പറ്റും, പാട്ട് കേൾക്കാം. സമയമായപ്പോൾ വീട്ടിൽ അന്വേഷിക്കാൻ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയെ വെച്ചിട്ട് വളരെ വിഷമത്തോടെ തിരിച്ചു പോവുക. അങ്ങനെ തിരിച്ചു പോകുന്ന അമ്മ ചോദിച്ചു, എന്താ എത്ര നേരം എവിടെ പോയി ചോദിച്ചു. അപ്പോൾ വീട്ടിൽ ഇല്ല, കറണ്ട് പോയിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ അങ്ങനെ പാട്ട് കേൾക്കാൻ പോയതാണ്. വിളക്ക് കത്തിക്കണ്ട, എവിടെ മണ്ണെണ്ണ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യത്തിൽ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ മണ്ണെണ്ണ വേണ്ട, ഞാൻ അങ്ങോട്ട് ദേഷ്യത്തിൽ അങ്ങോട്ട് വെച്ചു. അതിൻ്റെ കുപ്പിട മൂടൊക്കെ പോയിട്ട് മണ്ണെണ്ണയും പോയി. അപ്പോൾ അമ്മ 2 അടിയും കിട്ടും. അപ്പോൾ എൻ്റെ മനസ്സിൽ അമ്മ തന്ന അടിയേക്കാളിന് സങ്കടം എന്താ വെച്ചാൽ ഗാനമേളയുടെ ഇടയെ വെച്ചിട്ട് വന്നു എന്നുള്ള സങ്കടമായിരുന്നു. മുഴുവൻ പാട്ടുകളും കേൾക്കാൻ പറ്റിയില്ല ഇടയെ വെച്ചിട്ട്. അത് കഴിഞ്ഞ് 77 സരസ്വതി പൂജ ദിവസം ദാസേട്ടൻ തരംഗനീശ്വരി സ്കൂളിൽ കുട്ടികൾക്ക് സരിഗമ പദനിസ പറഞ്ഞു കൊടുക്കുന്ന ഷോട്ട് വെച്ചുകൊണ്ടാണ്. അതാണ് എൻ്റെ കരിയറിലായിട്ട്. ഇപ്പോൾ ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ആലോചിക്കുന്നത് എന്തിനാണ് അതിൻ്റെ പേര് മാൻ ബിഹൈൻഡ് ദി വോയിസ്. ഒരു 50 മിനിറ്റുള്ള ഒരു 35 mm ഫിലിമായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനൊരു ടൈറ്റിൽ ഇടാൻ കാരണം എന്ന് ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നി, ഒരു പക്ഷേ 64 ഞാൻ വോയിസേ കേട്ടിരുന്നുള്ളൂ. വളരെ ദൂരെ നിന്ന് മാനിനെ അടുത്ത് കാണാൻ പറ്റിയില്ല. അതിന് വളരെ അർത്ഥമുണ്ട്, ശബ്ദത്തിന് പിന്നിലെ വ്യക്തി മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക്. എന്നാൽ തന്നെ അതായിരിക്കാൻ കാരണം ഒരു പക്ഷേ മനഃശാസ്ത്രപരമായിട്ടെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി കുറച്ച് മുമ്പ്. അങ്ങനെ 77-ലാണ് 77-78 ആ ചിത്രം. അതിനകത്ത് അമ്മയുണ്ട്, മൂത്ത മോനുണ്ട് 16-17 ദിവസമേ ആയിട്ടുള്ളൂ. 77 ആ ചിത്രം ഞങ്ങൾ ദാസേട്ടനും ഒരു വർഷം എടുത്തു. അത് ചിത്രം പല ഘട്ടങ്ങളിലായിട്ട് പല സന്ദർഭങ്ങളിലായിട്ട് ഒരു ദാസേട്ടൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം എന്നുള്ള രീതിയിലാണ് ആ ചിത്രത്തിൻ്റെ ഉണ്ടായിരുന്നത്. ദാസേട്ടൻ നമ്മളോട് പറഞ്ഞു, ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ദാസേട്ടന് നമുക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞത് ഒരുപാട് നല്ല നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ദാസേട്ടൻ വന്നതും ഈ പാട്ടുകൾ പാടിയതും എന്നതുകൊണ്ട് മാത്രമാണെന്ന്. അതിൽ പ്രമുഖനായ ഒരു സംഗീത സംവിധായകനാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ഉണ്ടായിരുന്നത്, ശ്രീ ദക്ഷിണാമൂർത്തി. അദ്ദേഹത്തെ പോലെ തന്നെ ദാസേട്ടനെ കൊണ്ട് ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പാടിച്ചിട്ടുള്ള മറ്റൊരു സംഗീത സംവിധായകനാണ് ശ്രീ അർജുനൻ മാസ്റ്റർ നമ്മളോടൊപ്പം ഈ വേദി പങ്കിടാനെത്തിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആനയിക്കും. ഈ ജാതിഭേദം മതദ്വേഷമൊക്കെ പോകുന്നതിന് മുൻപ് ഫോർട്ട് കൊച്ചിയിൽ ഒരു വത്സലൻ ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനൊരു ടേപ്പ് റെക്കോർഡും ഒരു ഗ്രണ്ടിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വളരെ നല്ലൊരു പാട്ടിന് ജീവൻ എന്ന് വെച്ചാൽ പാട്ട് നല്ലോണം പെയിൻറ്റ് ചെയ്യും, അതുകൂടാണ്ട് നല്ലോണം റെക്കോർഡ് ചെയ്യും. പാട്ടെന്ന് വെച്ചാൽ വലിയ ജീവനാണ്. അങ്ങനെ ഞങ്ങൾ അപ്പോഴേ ഒരു ചെറിയ റെക്കോർഡിംഗ് ഒക്കെ അവിടെ നടത്തിയിട്ടുണ്ട്. അന്ന് മാസ്റ്റർ ട്യൂൺ ചെയ്തിട്ട് അതല്ലാതെ അതെനിക്ക് തോന്നുന്നു നമ്മുടെ നെൽസൺ എഴുതിയ പാട്ടല്ലേ? നെൽസൺ എഴുതിയല്ല അത് വേറെ ആരും എഴുതിയതാണ്? ഏതൊരു പത്രത്തിൽ വന്നാണ്. ആണോ? പിന്നെ ഏതൊരു ദാമോദരൻ ആണോ ആ കവിതയാണ്. ഓ പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഇതിനു വേണ്ടി എന്തോ ആവശ്യത്തിന് വേണ്ടി വന്നപ്പോൾ മാസ്റ്റർ ട്യൂൺ ചെയ്തു. അത് യൂത്ത് കോൺഗ്രസിൻ്റെ ഇതിനു വേണ്ടി പാടാനുള്ളതാണ് ഉദ്ദേശം. പക്ഷേ ഇതിങ്ങനെ ഒരു സൗകര്യം കിട്ടിയപ്പോൾ ഞങ്ങൾ വിളിച്ച അങ്ങേര് ഒന്ന് വീട്ടിൽ വരണം, അപ്പോൾ നല്ല ഭക്ഷണമൊക്കെ തന്ന് ഞാൻ അത് റെക്കോർഡ് ചെയ്തു തന്നു. അന്ന് ഓർമ്മിക്കാൻ പറ്റുന്നുണ്ട്. എത്ര വർഷം മുൻപായി ഇതൊക്കെ റെക്കോർഡിങ്ങിനൊക്കെ പോകണം. ഞാൻ മ്യൂസിക് അക്കാഡമിയിലൊക്കെ പോകാൻ്റെ ആ കാലഘട്ടത്തിൽ ആദ്യം സിനിമ പാടിപ്പിക്കുന്നത് കറുത്ത പൗർണമി. കറുത്ത പൗർണമിയിൽ ഏത് പാട്ടാണ്? അത് ആദ്യം പാടിയത് മാനത്തിന് മുറ്റത്ത്, പിന്നെ ഹൃദയമൊരുകി. ഹൃദയമൊരുകി നീ കരയില്ലെങ്കിൽ കഥനം നിറയുമൊരു കഥ പറയാം. ഈ റിഹേഴ്സൽ അന്ന് ചെയ്ത് തന്നെയാണ് ഞാൻ. ഇപ്പോൾ ഇന്നലെ പാടിയ പാട്ട് പോലും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ ഉള്ളത് പൊൻകിനാവൻ. പൊൻകിനാവൻ പുഷ്പരഥത്തിൽ പൊൻകിനാവൻ പുഷ്പരഥത്തിൽ പോയി വരൂ നീ ആത്മസഖി പ്രാണസഖി. ഏതെങ്കിലും പാട്ടുകൾ ദാസേട്ടൻ എവിടെന്നെങ്കിലും കേൾക്കുമ്പോൾ ഇത് ഞാൻ തന്നെ പാടിയതാണ്, എന്ന് പാടിയതാണെന്ന് അങ്ങനെ ഓർക്കാറുണ്ട് ദാസേട്ടൻ? അതിന് അങ്ങനെ ഒരു ഗുണമുണ്ട്.
കാരണം എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് തന്നെ അറിയാം. അല്ല അതിൻ്റെ അല്ല, എന്നാൽ ഇത് എന്ന് പാടി ഏത് പടത്തിലാണ് ആരും അങ്ങനെ റിക്കളക്ട് ചെയ്യാൻ ഒരു പ്രയാസം തോന്നുന്നു? എത്രയോ പാട്ടുകൾ പാടിയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, അതൊരു അങ്ങനെ ഒരു കമ്പ്യൂട്ടർ മനസ്സിനകത്തോണ്ട് അത് ഒരു സ്റ്റുഡിയോന്ന് ഓർമ്മ വരും. ഏത് സ്റ്റുഡിയോ എവിടെ നിന്ന് പാടിയെന്നുള്ളത്. മാസ്റ്റർ അപ്പം ശരിക്കും സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള അടുപ്പാണല്ലേ ദാസേട്ടനായിട്ട്? കൊച്ചിയല്ലേ, കൊച്ചിക്കാരാണ് ഞങ്ങള്. ഞാൻ പിന്നെ കൊച്ചുനാളിൽ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർന്നൂരുടെ അച്ഛനും ഒരു ഐസ് ജോസഫ് എന്ന് പറയുന്നു, അദ്ദേഹം വരുന്നത് കാണാൻ തന്നെ ആൾക്കാരിങ്ങനെ നോക്കി നിൽക്കും. കളർ എന്ന് പറഞ്ഞാൽ പൂവമ്പഴത്തിൻ്റെ കളർ എന്ന് നമ്മൾ പറയുന്നത് ഇങ്ങനൊരു അച്ഛനാണ്. അത്രയ്ക്ക് സൗന്ദര്യവാനാണ്. ഒരു കൊച്ചു പയ്യൻ പുറയിലുണ്ടാവും, ഒരു അച്ചിങ്ങ പോലെ ഇരിക്കൊരു പയ്യൻ. ആ പയ്യനാണിത്. ദിവസവും ഒഴിവ് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ അച്ഛനും പോരും ഇവിടെ നടക്കും. എവിടെ പാട്ട് കച്ചേരിയുണ്ട്, എവിടെ ഗാനമേളയുണ്ട്, അതുകൊണ്ട് കേൾപ്പിക്കുക, അവിടെ വന്നിരിക്കുക. ഇങ്ങനൊരു നല്ലൊരു ചിട്ടയുണ്ടായിരുന്നു. ആ കാലം മുതലുള്ള പരിചയം. ഞാനൊരു ഒരു കല്യാണ കച്ചേരി പാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ പെങ്ങൾ വന്നിട്ട്, ഈ പെണ്ണ് കുറച്ച് കറുപ്പാണ്, ഏത് കല്യാണ പെണ്ണ്, നാത്തൂന് ഇച്ചിരി തിരക്കിയിട്ടില്ല. അവൾ വന്നിട്ട് നസിട്ട ആ കറുത്ത പിന്നെ കരിങ്കുഴി ഒന്ന് പാടാം. എൻ്റെ മോളെ അത് വേണ്ട ഇപ്പം. ഞാനപ്പോഴേ മറുപടി കൊടുത്തു, കാരണം ഇങ്ങനെയൊക്കെ ഉണ്ട്. പ്രഭ ചേച്ചിയോട് ചോദിക്കാം, ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീകളിൽ ഒരാളാണ്. അതായത് പാട്ട് കേട്ടുകൊണ്ടായിരിക്കും മിക്കവാറും ഉണരുക, അല്ലേ? അത് സത്യമാണ്. അത് സത്യം. സാധകം ചെയ്യുന്നത് യേശുദാസ് എന്ന് പറയുന്ന ഞാൻ പറയാം, സത്യം പറഞ്ഞ എന്തോ സുഹൃതം ചെയ്തിട്ടുണ്ട്. ഈ രാജകുമാരികളൊക്കെ കിടന്നുറങ്ങുമ്പം അവിടെ ആൾ വന്ന് പാടുക, ആരെങ്കിലും വന്ന് പാടുക എന്ന് വെച്ചാലുള്ളൊരു ഉണ്ടല്ലോ, ആ ഒരു അനുഗ്രഹമാണ്. ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങുമ്പോൾ രാവിലെ 4 മണി 5 മണിയാകുമ്പോൾ ദാസ് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അത് കേട്ട് ഉണർന്ന് കിടക്കും, പക്ഷെ അത് കേട്ട് ഇങ്ങനെ കിടക്കും. അത് ഞാൻ എപ്പോഴും വിചാരിക്കും, അയ്യോ ദൈവമേ ഏത് ജന്മത്തിൽ ചെയ്ത പുണ്യമാണെന്നുള്ളത്. അത് വളരെ സത്യമാണ് ചോദിച്ചത്. അപ്പം മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ ഇനിയും നമുക്ക് മാസ്റ്ററിൽ നിന്ന് ദാസേട്ടൻ പാടി നമുക്ക് കേൾക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ മാഷിനെ ഉപദ്രവിക്കാണ്ടിരിക്കണം ഈ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും. മാഷെ മറ്റേതുപോലെ ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവം മാഷ് എന്ത് പറയാൻ, നോക്കാം മോനെ എന്ന് പറയും, അല്ലേ? അല്ലാണ്ട് ഒരു എതിർത്ത് പറഞ്ഞില്ല. കാരണം ഇതിന് രണ്ടിൻ്റെ നേരെ വിപരീതമാണ് ഗുരുവും ശിഷ്യനുമേ. ആ പോ താം പിന്നെ വാ ഒരാള്, ഇതല്ല നോക്കാം മോനെ. ഓരോ വ്യക്തിയുടെയും ചെറുപ്പം മുതൽ ബാല്യകാലം മുതൽ ദാസേട്ടൻ നമ്മളോടൊപ്പമുണ്ട്. ദാസേട്ടൻ്റെ ഓരോ പാട്ടിലൂടെ നമുക്ക് നമ്മുടെ അമ്മയെ കാണാം, നമ്മുടെ അച്ഛനെ കാണാം, നമ്മുടെ ബാല്യകാലത്തെക്കുറിച്ച് ഓർക്കാം, നമ്മുടെ കൗമാരത്തെക്കുറിച്ച് ഓർക്കാം, നമ്മുടെ പ്രേമത്തെക്കുറിച്ച് ഓർക്കാം. എല്ലാത്തിനെക്കുറിച്ച് ഓർക്കാനും നമുക്ക് ദാസേട്ടൻ്റെ പാട്ടുകളുണ്ട്. ഓരോ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ദാസേട്ടൻ്റെ പാട്ടുകൾ എന്നും നമ്മുടെ ഓർമ്മയിലുണ്ട്. ഗന്ധർവ ഗായകൻ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ദാസേട്ടനെ അടുത്തറിയുമ്പോഴാണ് ദാസേട്ടൻ എത്ര നല്ല സുഹൃത്താണെന്ന്, എത്ര നല്ല വ്യക്തിയാണെന്ന്, എത്രയും സിമ്പിളാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈശ്വരനോട് ഒറ്റ പ്രാർത്ഥന, ദൈവമേ ഈ മനുഷ്യന് ആയുസ്സും ആരോഗ്യവും നിറയെ നൽകണമേ.